സൂര്യോദയത്തിന് ശേഷമാണല്ലോ ഇവിടെ ഗണപതി ഹോമം. അതെ അതെ, ബാക്കി എല്ലായിടത്തും സൂര്യൻ ഉദിക്കും മുമ്പാണ് ഗണപതി ഹോമമെങ്കിൽ ഇവിടെ സൂര്യോദയത്തിന് ശേഷം സൂര്യനെ സാക്ഷിയാക്കിക്കൊണ്ട് തന്നെ വേണമെന്നാണ്. അതായത് ഇതുകൊണ്ടാണ് സൂര്യോദയത്തിന് ശേഷം സൂര്യമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ ഗണപതിയെ ആരോപിച്ചു ആ ഗണപതിയാണ് പൂജിക്കുന്നതും ഹോമം നടത്തുന്നത്. നവാവരണ നൃത്തം ചെയ്യുക പതിവുണ്ട്. ഈ പൂജയോടൊപ്പം തന്നെയാണ് അത്. അതിന് വേറൊരു സ്റ്റേജിലല്ല. അതായത് ഈ നൃത്തം ചെയ്യുന്നത് ദേവിക്ക് ചുറ്റും എന്നാണ്, ദേവിയുടെ മുൻപിൽ അഥവാ ദേവിക്ക് ചുറ്റും നൃത്തം ചെയ്യുന്നു ആ സങ്കല്പം. നമുക്കിവിടെ അനവധി ക്രിയകളാണ്. ഗണപതി ഹോമം മാത്രമല്ല, സഹസ്രാഷ്ടാധികമാണ്. അതായത് 1008 അളിയറത്തിൻ്റെ ഗണപതി ഹോമമാണ്. അതുകൂടാതെ വേറെ അതിനകത്ത് തന്നെ പല പ്രയോഗങ്ങളും ഒക്കെ വരുന്നുണ്ട്. സർവ്വ വിഘ്നങ്ങളെയും മാറ്റും വിഘ്നേശ്വരൻ. നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിൽ അത്യാവശ്യം ഭക്തജനങ്ങൾക്ക് വലിയ വിശ്വാസമുള്ള ഗണപതി ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ കാലടിയിൽ കോട്ടയം ജില്ലയിൽ കുമാരനെല്ലൂരിനടുത്ത് സൂര്യകാലടി മനയ്ക്ക് പ്രത്യേക വിശേഷമൊന്നും വേണ്ട, സൂര്യകാലടി മനയിൽ ഒരു ഗണപതിയുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ള ഗണപതി ക്ഷേത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ഗണപതി ക്ഷേത്രം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. വെളിപ്പുറത്താണ് ഭഗവാൻ. ആ ഗണപതി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് പറയണം. സൂര്യകാലടി മനയിലെ തിരുമേനി നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. തിരുമേനി, എന്താണ് മറ്റ് ഗണപതി ക്ഷേത്രങ്ങളിൽ നിന്ന് സൂര്യകാലടിയിലെ ഗണപതിയെ വ്യത്യസ്തമാക്കുന്നത്? ഗണപതി ക്ഷേത്രം എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷേത്ര വ്യവസ്ഥ അല്ല. ഇത് പഴയ കാലത്തെ ഉപാസകന്മാരുടെ ഉപാസനാമൂർത്തി എന്നുള്ള നിലയ്ക്കാണ്. ഒട്ടുമിക്കവാറും പല ക്ഷേത്രങ്ങളും അങ്ങനെ വന്നിട്ടുള്ളതാണ്. പൂർവ്വകാലത്ത് ഉപാസന ചെയ്ത് ആരെങ്കിലും ഒരാൾ ഉപാസന ചെയ്തതിന് ശേഷം പിന്നീടത് ഒരു ക്ഷേത്ര വ്യവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതായിരിക്കാം ഒരു പക്ഷേ. ഒട്ടുമിക്കവാറും ക്ഷേത്രങ്ങളും അങ്ങനെ തന്നെ ആയിരുന്നിരിക്കാം. എന്നാൽ ഇവിടുത്തെ ഈ പറയുന്ന ഒരുപാട് പുരാതനത്വം, നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ പോലും ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ചില ലക്ഷ്യങ്ങളുണ്ട് അതിന്. അങ്ങനെയുള്ളതാണെങ്കിൽ പോലും ഇതൊരു ക്ഷേത്ര വ്യവസ്ഥയിലേക്ക് ആക്കിയിട്ടില്ല. എന്തെന്നാൽ ഇവിടുത്തെ ഗണപതി അത് ഇഷ്ടപ്പെടുന്നില്ല. ഗൃഹാന്തരീക്ഷത്തിൽ തന്നെ വേണം എന്നുള്ളതാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഗൃഹാന്തരീക്ഷത്തിൽ ഉള്ള, എന്നാൽ 4 കെട്ടിൽ ശ്രീകോവിലും സമ്പ്രദായങ്ങൾ ക്ഷേത്രത്തിൻ്റേത് പോലെയാണെങ്കിലും അതുപോലെയുള്ള ക്രിയകൾ നടക്കുന്നുണ്ട്. സഹസ്രകലശം മുതലായിട്ടുള്ള ക്രിയകൾ, നിത്യഗണപതി ഹോമവും അങ്ങനെ എല്ലാം നടക്കുന്നുണ്ടെങ്കിൽ പോലും അതൊരു ക്ഷേത്ര വ്യവസ്ഥയിലേക്കല്ല. വീട്ടിലെ ഒരു അംഗമാണല്ലേ? വീട്ടിലെ അംഗം തന്നെയാണ്. പഴയ കാലത്തൊരു കഥ കേട്ടിട്ടുണ്ടാവുമല്ലോ, പണ്ട് ഗണപതി പ്രത്യക്ഷമായിരുന്നു എന്നും എല്ലാവരോടും ഒന്നിച്ച് ഇരുന്ന കുട്ടികളോടൊക്കെ കളിക്കും, ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ വരും. അതെ. ആ വ്യവസ്ഥയ്ക്കൊരു വ്യത്യാസം വന്നു ഒരു കാലത്ത്. അത് പറയേണ്ട കാര്യമില്ല. കേട്ടിട്ടുണ്ട്, ആരോ ഇങ്ങനെ ഗണപതിയെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിക്കാൻ തുടങ്ങി. എവിടെ ഒരു കപ്പൽ മുങ്ങിയെന്നോ? അതെ. അത് പൊക്കിക്കൊണ്ട് കാര്യം അന്നത്തെ കാലത്ത് ഈ ഗണപതിയോട് പറയും എല്ലാ കാര്യങ്ങളും. എന്ത് കാര്യം ഉണ്ടെങ്കിലും സ്വയം ഈ മന്ത്രവാദ കർമ്മങ്ങളൊന്നും ചെയ്യാതെ എല്ലാം കാര്യം ഗണപതിയോട് പറയും. ആരെങ്കിലും വന്നാൽ ഗണപതിയെ ചെയ്തു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ നിരന്തരമായിട്ട് അങ്ങനെ ചെയ്തു വന്നു. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു കപ്പൽ മുങ്ങിപ്പോയി, അത് പൊക്കിത്തരണം എന്ന് പറഞ്ഞ ഒരാൾ വന്നപ്പോൾ അതും ഗണപതിയോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചെയ്യാനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത്, നിങ്ങളുടെ കർമ്മമാണ് ഇതിനൊക്കെ വേണ്ട പ്രതിവിധിയും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത്. അതൊക്കെ ചെയ്യാതെ ഇതെല്ലാ കാര്യവും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ അതത്ര ശരിയാവില്ല. ആദ്യം അവരവരുടെ കർമ്മം അനുഷ്ഠിക്കണം. കർമ്മം അനുഷ്ഠിച്ചിട്ട് വേണം ഈശ്വര ഭജനം. അതൊരു വലിയ പാഠമാണ്. അപ്പോൾ എന്താണെങ്കിൽ അത് അന്ന് മുതൽക്ക് ഗണപതി പറഞ്ഞു, ഇനി മുതൽ ഞാൻ നിങ്ങൾക്ക് പ്രത്യക്ഷമായിട്ട് ഇവിടെ ഉണ്ടാവില്ല, ഇവിടെ ഉണ്ടാകും. ഞാൻ ശ്രീകോവിലിനകത്ത് കയറി ഇരിക്കാൻ പോവുകയാണ്, ഇവിടെ ഉണ്ടാവും ഞാൻ. നിങ്ങൾ ചെയ്യാനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് എന്നോട് പറയുക, കാര്യങ്ങളൊക്കെ ഞാൻ നടത്തിത്തരാം എന്നാണ് കണ്ടീഷൻ. അല്ലാതെ ഒരു പണിയെടുക്കാതെ എനിക്കിങ്ങനെ ഓർഡർ തരണ്ട. അതെ, അതാണ്. അല്ലാതെ ഒരു വലിയ ഗുണപാഠമാണത്. എല്ലാം ദൈവം തന്നെ തന്നാൽ മതി, അല്ലെങ്കിൽ എല്ലാം ഗവൺമെൻറ് എനിക്ക് തന്നാൽ മതി, അതെന്നുണ്ടെങ്കിൽ അച്ഛൻ എനിക്ക് വേണ്ടതൊക്കെ സമ്പാദിച്ചു, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. അവനവൻ പ്രവർത്തിക്കാനുള്ളതൊക്കെ പ്രവർത്തിച്ച് അവനവൻ്റെ പൗരുഷം ഉപയോഗിച്ച് ചെയ്യാനുള്ളതൊക്കെ ചെയ്യണം. അവിടെ ഈശ്വരാനുഗ്രഹമോ ഗുരുവിൻ്റെ അനുഗ്രഹമോ പിതൃവിൻ്റെ അനുഗ്രഹമോ രാജ്യത്തിൻ്റെ അനുഗ്രഹമോ രാഷ്ട്രത്തിൻ്റെ അനുഗ്രഹമോ എല്ലാം വേണം നമുക്ക്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ക്ഷേത്ര സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയൊക്കെ ഉണ്ടോ? അവിടെ സംഗതിയൊക്കെ ഉണ്ട്, ശ്രീകോവിലുണ്ട്, പ്രതിഷ്ഠാ പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളുമൊക്കെ. എന്നാൽ ചുറ്റമ്പലമോ നാലമ്പലമോ ഇല്ല, 4 കെട്ടിനകത്താണ്. അതായത് ഇതേ സമ്പ്രദായത്തിലാണ് ഇടപ്പള്ളി ഗണപതിയും സമ്പ്രദായത്തിലാണ്. അവിടെയും ഒരു 4 കെട്ടും കിഴക്കൻ ഇടപ്പള്ളി സ്വരൂപത്തിൻ്റെ ഭാവമായിരുന്നല്ലോ. ഒരുപാട് സാമ്യത ഈ ഇടപ്പള്ളിയായിട്ട് നമുക്ക് പറയാനുണ്ട്. അവിടുത്തെ ഗണപതിയും മഹാഗണപതി തന്നെയാണ്. ഇത് പറഞ്ഞല്ലോ, ഇവിടെ മഹാഗണപതിയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. എന്താ ഗണപതിയും മഹാഗണപതിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? വാസ്തവത്തിൽ ഗണപതി
എല്ലാ ഗണപതിയും മഹാഗണപതി എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. മഹത്താണല്ലോ എല്ലാ ഗണപതിയും. ബീജഗണപതിയോ ബാലഗണപതിയോ ഹേരംബ ഗണപതിയോ അങ്ങനെ അനവധി ഗണപതിമാരുണ്ട്. ആ ഗണപതിയൊക്കെ മഹാഗണപതിയാണ് എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ സാങ്കേതികമായിട്ട് പറഞ്ഞാൽ മഹാഗണപതി എന്ന് പറഞ്ഞാൽ വേറെയാണ്. അത് ദശഭുജനാണ്. 10 കൈകളെ കണ്ടാൽ അത് തിരിച്ചറിയാവുന്നതാണ് ഞാൻ പറയുന്നത്. 10 കൈകളുണ്ടാകും. മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മി സമേത മഹാഗണപതി എന്നാണ് പറയുന്നതിന്. മഹാലക്ഷ്മിയാണ് ഭാര്യ. അവർ തെറ്റിദ്ധരിക്കും, മഹാവിഷ്ണുവിൻ്റെ ഭാര്യയല്ലേ. അതെ അതെ, ചോദിക്കാൻ പോകുന്നു. ഭാര്യ ആ ദേവിയെ ഭാര്യയായിട്ട് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ശരിയല്ലാത്ത കാര്യമല്ലേ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക്. പിന്നെന്താ സങ്കല്പം? അങ്ങനെ അവിടെ ആ വൈഷ്ണവ കലകൾ പരിപൂർണമാണ് എന്ന് വേണം വിചാരിക്കാൻ. ശൈവ കലകളും പൂർണ്ണമായിട്ട് ഇവിടെ മേളിച്ചു എന്ന് വേണം വിചാരിക്കാൻ. ശാക്തേയ കലകളും ഇതിനോടൊപ്പം ഈ ഗണപതിയോടൊപ്പം മെർജായി എന്ന് വേണം വിചാരിക്കാൻ. അപ്പോൾ ഇതൊക്കെ ഈ മനുഷ്യനെ പോലെ ദൈവത്തിനെ കാണാണ്ടിരുന്നാൽ മതി. ഇതൊക്കെ തത്വങ്ങളാണെന്നും ഈ തത്വങ്ങളുടെ മേളനമാണെന്നും. ഹരിഹരപുത്രൻ എന്ന് പറയുന്ന പോലെ അല്ലേ? അതെ, വിഷ്ണു, ശിവൻ, അതെ, അയ്യപ്പൻ. അതെ, അത് രണ്ടും കൂടി ചേർന്നാണ് ശൈവവും വൈഷ്ണവുമാണ്. അതെ, ശൈവവും വൈഷ്ണവും കൂടി ചേർന്ന ദേവതയാണ് എന്ന് മനസ്സിലാക്കുന്ന പോലെ ഇവിടെ ശാക്തേയവും ശൈവവും വൈഷ്ണവവുമായിട്ടുള്ള സങ്കലനം തന്നെയാണ് ഈ ഗണപതിക്കുള്ളത്. അതൊരു പൂർണ്ണതത്വമാണ്, ഗണപതിയുടെ പൂർണ്ണതത്വമാണ്. ഒരു തരുണഭാവത്തിലുള്ളതാണ് എന്ന് മാത്രമല്ല ഉപാസകന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഉപാസകന്മാർക്ക് എവിടെ എങ്ങനെ ഏതൊരു തരത്തിലുള്ള ഉപാസന, പ്രത്യേകിച്ച് വിശേഷ ശ്രീചക്ര ശ്രീവിദ്യോപാസകന്മാർക്കും ഒക്കെ അതിൻ്റെ വാതായനമാണ് ഗണപതി. ഗണപതിയിൽ കൂടെ അല്ലാതെ ഇതിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അപ്പോൾ ഉപാസകന്മാർക്ക് വളരെ പ്രാധാന്യത്തോടു കൂടി ഉള്ളതും സാധാരണക്കാർക്ക് ഏതൊരു തരത്തിലും പൂജിക്കാവുന്നതുമായിട്ടുള്ള സമ്പ്രദായം, അതാണ് മഹാഗണപതി എന്ന് പറയാവുന്നത്. അങ്ങനെയൊരു സമ്പ്രദായത്തിലാണ് ഇവിടുത്തെ ഗണപതിയുടെ ധ്യാനം. അങ്ങനെയാണ് രൂപവും കണ്ടാലൊക്കെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ വേറെയും കുറച്ചുകൂടെ വിശേഷം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സൂര്യമണ്ഡലത്തിൻ്റെ മധ്യത്തിലാണ് ഗണപതി ഇവിടെ ധ്യാനിക്കപ്പെടുന്നത്. സൂര്യോദയത്തിന് ശേഷമാണല്ലോ ഇവിടെ ഗണപതി ഹോമം. അതെ അതെ, ബാക്കി എല്ലായിടത്തും സൂര്യൻ ഉദിക്കും മുമ്പാണ് ഗണപതി ഹോമമെങ്കിൽ ഇവിടെ അതെ, സൂര്യോദയത്തിന് ശേഷം സൂര്യനെ സാക്ഷിയാക്കിക്കൊണ്ട് തന്നെ വേണമെന്നാണ്. അതായത് ഇതുകൊണ്ടാണ് സൂര്യോദയത്തിന് ശേഷം സൂര്യമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ ഗണപതിയെ ആരോപിച്ചു ആ ഗണപതിയാണ് പൂജിക്കുന്നതും ഹോമം നടത്തുന്നത്. അങ്ങനെ വേറൊരിടത്തും ഉള്ളതായിട്ട് കേട്ടിട്ടില്ല. അത് അങ്ങനെയുള്ളതായിട്ട് അത്ര അറിവില്ല. അത് ഇവിടുത്തെ സൂര്യോപാസനയുടെ പ്രത്യേകത കൊണ്ടും കൂടി ആയിരിക്കും. സൂര്യൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണുള്ളത് ആണ്. പിന്നെ സൗരത്തിന് പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റേ മന്ത്രവാദ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ സൗരത്തിനും ഗാണവത്യത്തിനുമാണ് പ്രാധാന്യം എന്ന് പറഞ്ഞിരുന്നു. മറ്റേ കാട്ടുമാടോ അല്ലെങ്കിൽ മറ്റ് സമ്പ്രദായക്കാർക്ക് ശാക്തേയത്തിന് പ്രാധാന്യമുള്ളപ്പോൾ ഇവിടെ സൗരത്തിനും ഗാണവത്യത്തിനുമാണ് പ്രാധാന്യം എന്നുള്ളത് കൊണ്ടും കൂടി ആയിരിക്കാം ഒരു പക്ഷേ ഈ സൂര്യമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ എന്നും കൂടെ ഉള്ളൊരു വിശേഷം ഇവിടെ ഉള്ളത്. അത് അല്ലാതെ നോക്കുകയാണെങ്കിൽ അത് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഏതാണ്ട് ഈ എടപ്പള്ളി മഹാഗണപതിയുടെ അതേ വിധാനം. എന്തിനാ അവിടുത്തെ വിഗ്രഹവും ഇവിടുത്തെ വിഗ്രഹം ഒരേ അളവാണ്. അത് ശരി. ഇതുപോലെ തന്നെ ഒരു 4 കെട്ടിലാണ്. 4 കെട്ടിൻ്റെ കിഴുക്കിണിയിലാണ് ശ്രീകോവിലുള്ളത്. ഇതേപോലെ തന്നെയാണ് ശ്രീകോവിലും ഒക്കെ ഇതുപോലെ തന്നെയാണ്. പക്ഷെ അവിടെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ പൊതുജനത്തിൻ്റെ പ്രവേശനം ഇല്ല. അല്ല, അത് പിന്നെ അവരുടെ ചില ചിട്ടവട്ടങ്ങളോ രാജാക്കന്മാരായിരുന്നല്ലോ. അപ്പോൾ അവർ പണ്ട് മറ്റേ രാജകൊട്ടാരത്തിലുള്ള അവർക്ക് തൊഴാനുള്ളൊരു സമയം അങ്ങനെയൊക്കെയുള്ള ചില സമയം. ഇവിടെ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ സ്വതേ തന്നെ ആരെയും കയറ്റില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. പഴയ കാലത്ത് എല്ലാവർക്കും പുറത്തു വന്ന് നിൽക്കാം, പുറത്തു നിന്ന് തൊഴുതിട്ട് പോവുകയാണ് പഴയൊരു പതിവുണ്ടായി. പിന്നെ ഒരു 10-20 വർഷങ്ങൾക്ക് മുൻപ് അത് പലപ്പോഴും അതിനെ തെറ്റിദ്ധരിക്കുന്ന രീതിയിലേക്കൊക്കെ പോകുന്നത് കൊണ്ട് അത് കുറച്ചൊന്ന് മാറ്റി അകത്തേക്ക് പ്രവേശനമുണ്ട്. എന്താ വെച്ചാൽ 4 കെട്ടിൽ കയറുകയാണെങ്കിലും അതിൻ്റെ മധ്യത്തിൽ ചവിട്ടാതിരുന്നാൽ വീഥികളിൽ കൂടെ വന്നു കഴിഞ്ഞാൽ അശുദ്ധി ബാധിക്കില്ല. ഇപ്പം ഒരു അശുദ്ധിയുള്ള ഒരാൾ വന്നാൽ തന്നെ നമുക്ക് എല്ലാവരും അവൻ ഏത് തരത്തിലുള്ള ശുദ്ധത്തോടു കൂടിയാണ് വരുന്നത്, സാമാന്യ ശുദ്ധത്തോടു കൂടിയായിരിക്കും. എങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല. അറിവില്ലായ്മ കൊണ്ടോ ഒക്കെ പല അശുദ്ധിയോടുകൂടി വരുന്നവരൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതിനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം അന്നത്തെ കാലത്ത് എല്ലാവരും പുറത്ത് നിന്നാൽ മതി എന്ന് വിചാരിച്ചു. എന്താണെങ്കിലും ഇവിടെ ഒരു പ്രത്യേക വീഥി 4 കെട്ടിന് ചുറ്റും നടുമുറ്റത്തിൽ അകത്ത് പ്രവേശിക്കാതെ അതിന് ചുറ്റുമായിട്ടൊരു വീഥി പോലെ ഉണ്ടാക്കി ആ വീഥിയിൽ കൂടെ മാത്രമാണ് ഇവർക്ക് പ്രവേശനമുള്ളത്. അപ്പോൾ വീഥികളിൽ അശുദ്ധി ബാധിക്കില്ല എന്നാണ് വാസ്തു നിയമം. വീഥി ഒഴുക്കുള്ളതാണല്ലോ, അഥവാ മൂവിങ് ആണല്ലോ. വീഥികളിൽ അശുദ്ധി ബാധിക്കില്ല എന്നൊരു നിയമമാണ്. അപ്പോൾ ആ കണക്കനുസരിച്ച് അകത്ത് കയറി തൊഴുതാനുള്ള സൗകര്യം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്.
അപ്പോൾ അത് ഒരു 10-20 വർഷങ്ങൾക്ക് മുൻപാണ് അതങ്ങനെ സംഭവം ഉണ്ടായത്. ചതുർത്ഥി ഒക്കെ കൂടുതൽ പൊതുജനങ്ങളുടെ ഒരു പങ്കാളിത്തം ഒക്കെ കൂടുതൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് ശരിയല്ല. നിങ്ങൾക്ക് പൂജ കണ്ടു തൊഴാൻ സാധിക്കാതെ വരിക, വിഗ്രഹം കണ്ടു തൊഴാൻ സാധിക്കാതെ വരിക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ളതാണ്. അതിനാണ് ഇങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയത്. അപ്പോൾ ഇതാണ് ഗണപതിയുടെ ഒരു സവിശേഷത. ഇതാണ് ഇവിടെ ഈ ക്രിയകൾക്കാണ് ഉത്സവം എന്ന് പറഞ്ഞാലും 5 ദിവസത്തെ ഉത്സവമാണ്. അത് ഉത്സവം എന്ന് പറഞ്ഞാലും ഈ വിശേഷ ക്രിയകൾക്കാണ് പ്രാധാന്യം. ബിംബശുദ്ധിയാദികളൊക്കെ നടത്തി, പ്രസാരശുദ്ധി, ബിംബശുദ്ധി മുതലായിട്ടുള്ളവ നടത്തി, സഹസ്രകലശം ഒക്കെ നടത്തുക, അതോടൊപ്പം തന്നെ സുകൃതഹോമം നടത്തുക, പിന്നെ ശ്രീചക്ര പൂജ, തൃതീയ ചതുർത്ഥിക്ക് തലേ ദിവസമാണ് തൃതീയ. ആ തൃതീയകളെന്ന് ശ്രീചക്ര പൂജ ചെയ്യുക. ശ്രീചക്ര പൂജയ്ക്കും വളരെ വിശേഷമായിട്ടാണ് മാതങ്കി, അതുപോലെ വാരാഹി, ബാല, ഗണപതി ഇതൊക്കെ 4 ദിക്കിലുമായിട്ട് നടത്തി അതിൻ്റെ മധ്യത്തിൽ പരാപൂജയും കൂടെ ചെയ്തിട്ടാണ് ശ്രീചക്ര പൂജ തുടങ്ങുന്നത്. അതും ത്രികാല പൂജയായിട്ടാണ്. അതുപോലെ 3ാമത്തെ പൂജയ്ക്ക് വൈകുന്നേരം നവാവരണ പൂജയായിട്ടാണ്. നവാവരണ നൃത്തം ചെയ്യുക പതിവുണ്ട്. ഈ പൂജയോടൊപ്പം തന്നെയാണ് അത്. അതിന് വേറൊരു സ്റ്റേജിലല്ല. അതായത് ഈ നൃത്തം ചെയ്യുന്നത് ദേവിക്ക് ചുറ്റും എന്നാണ്, ദേവിയുടെ മുൻപിൽ അഥവാ ദേവിക്ക് ചുറ്റും നൃത്തം ചെയ്യുന്നതാണ് സങ്കല്പം. ഇതോടൊപ്പം തന്നെ സുഹാസുനി പൂജയുണ്ട്. അത് 108ഓളം കുട്ടികളെ അവരെ പൂജിച്ച് അവരൊക്കെ ഈ ദേവിയെങ്കിൽ നിന്ന് ഓരോ രശ്മി ഏറ്റുവാങ്ങി സ്വയം ദേവിമാരായിട്ട് തീരുന്നു എന്നുള്ള സങ്കല്പത്തിൽ അവരെ പൂജിച്ച് അവർക്ക് സാരി മുതലായിട്ടുള്ള ദക്ഷിണയായിട്ട്. ഇതൊക്കെ എന്നാണ് നടക്കുന്നത്? ഇതൊക്കെ ഈ ശ്രീചക്ര പൂജയുടെ എന്നാണ് നടക്കുക. അങ്ങനെ അവരെ ഇരുത്തി അവർക്ക് പൂജിച്ച് അവർക്ക് സാരിയൊക്കെ ദക്ഷിണയായിട്ട് കൊടുത്ത് അവർ പൂജാനന്തരം അവർ ആ സാരിയൊക്കെ ധരിച്ച് ഈ നവാവരണ പൂജയിൽ ഓരോ ആവരണത്തിൻ്റെ അവസാനവും അവരും നൃത്തം ചെയ്യും മറ്റുള്ളവരുടെ കൂട്ടത്തിൽ, ഈ 108 പേരും. അപ്പോൾ അവിടെ സ്റ്റേജിലല്ല, സ്റ്റേജ് പെർഫോമൻസ് അല്ല, അത് ദേവിക്ക് ചുറ്റുമാണ്. ദേവിയുടെ ശക്തി കലകൾ വ്യാപിച്ച് ചുറ്റോട് ചുറ്റും ആയി എന്നുള്ളൊരു സങ്കല്പമാണ് അർച്ചകന് അഥവാ ഭക്തജനങ്ങൾക്ക് ഉണ്ടാക്കേണ്ടത്. അങ്ങനെ ഉണ്ടാകുക എന്നുള്ളത് തന്നെ. അപ്പോൾ അവരെ പൂജിക്കുന്നത് കൊണ്ട് അവരും ദേവീ സങ്കല്പത്തിൽ തന്നെയാണ്. അവിടെ ആര് എന്നൊന്നില്ല, പ്രായമോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് യോഗ്യതകളോ ഒന്നും അവിടെ നോക്കുന്നില്ല. ഈ സുദർശന പൂജ എന്നാ നടക്കുന്നത്? ഇത്തവണ ഒരു 13th സെപ്റ്റംബറിലാണ്, അതായത് തൃതീയ എന്നാണ് വരിക. ഈ വരുന്ന സെപ്റ്റംബർ 13-നാണ്. 14-ാം തീയതിയാണ് ചതുർത്ഥി. അപ്പോൾ തലേദിവസമാണ് എല്ലാ വർഷവും ശ്രീചക്ര പൂജ നടക്കുന്നത്. അന്ന് അകത്തുനിന്ന് ശ്രീചക്രമൊക്കെ എഴുന്നള്ളിച്ചുകൊണ്ട് വരും. അകത്ത് നിത്യപൂജയിലുള്ള ശ്രീചക്രം, മേരു ശ്രീചക്രമുണ്ട്, അത് ഒക്കെ കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്ന് വെച്ചാണ് ഈ പൂജയൊക്കെ നടത്തുക. തിരിച്ചതുപോലെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകും. പിന്നെ ഒരു വർഷത്തേക്ക് അവിടെ തന്നെ ആയിരിക്കും. പിറ്റേ വർഷമേ അവിടുന്ന് പുറത്തേക്ക് ഇറക്കുക പതിവ്. അങ്ങനെ പ്രത്യേകം സൂക്ഷിക്കുകയാണ് ഇവിടെ. അത് ഈ ശ്രീചക്രം അങ്ങനെ ഒരു വർഷക്കാലം സൂക്ഷിക്കുമ്പോൾ അതിന് പ്രത്യേക പൂജയൊക്കെ വേണം. ദിവസേന പൂജയുണ്ട്, നിത്യപൂജയുണ്ട്. വളരെ ചുരുക്കത്തിലുള്ള നിത്യപൂജയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ഉത്സവം എന്ന് പറയാമോ? വേണമെങ്കിൽ പറയാം അല്ലേ? ഉത്സവം അതിലിപ്പോൾ എല്ലാ ആളുകൾക്കും പങ്കെടുക്കാം, എല്ലാവർക്കും പങ്കെടുക്കാം. ധാരാളം പേര് പങ്കെടുക്കാറുണ്ട്. എല്ലാ വർഷവും കൂടി വരുന്നുമുണ്ട്. ഒരു കാലത്ത് നിയന്ത്രിച്ചിരുന്നു. അതായത് 10-50 വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് ആൾക്കാർ കൂടുതൽ വന്ന കാലത്ത് അതൊന്നും നിയന്ത്രിക്കുകയുണ്ടായി ശരിക്കും അന്നത്തെ കാലത്ത്. എന്നുവെച്ചാൽ അത് അന്നത്തെ എൻ്റെ പൂർവികന്മാരായിട്ടുള്ള അവർക്കൊക്കെ കൂടുതൽ ആൾക്കാർ വരുന്നതൊന്നും അത്ര അവരുടെ തടസ്സനും ഒക്കെ ഭംഗം വരുന്നു എന്നുള്ള നിലയ്ക്ക് അത് കുറേയേറെ റെസ്ട്രിക്റ്റ് ചെയ്തിരുന്നു. അത് ഞാനിപ്പോൾ വീണ്ടും പബ്ലിക്കിനെ ആരംഭിച്ചത് ഒരു 10-20 വർഷം മുമ്പാണ്. 20-25 വർഷമായിട്ട് ഞാൻ ഏറ്റെടുത്ത കാലം മുതൽക്ക് അത് വീണ്ടും പഴയ പോലെ ആൾക്കാർ വരുന്ന ഒരു അവസ്ഥയിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാ വർഷവും ഇതൊക്കെ ഇനിയുള്ള കാലത്ത് അങ്ങനെ നടക്കുകയുള്ളൂ. ഈ പറയുന്ന പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ ഒന്നും തന്നെ നടക്കില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടാവണം, തുടർന്ന് പോകണമല്ലോ. എൻ്റെ കാലം മാത്രമല്ലല്ലോ, ഇനിയും തലമുറകളിലേക്ക് നിൽക്കേണ്ടതാണല്ലോ ഈ പാരമ്പര്യവും ഒക്കെ. അത് മകനാവാം, ഗുരുവാവാം, മകനാവാം, ശിഷ്യനാകാം, എന്തായാലും ഈ പരമ്പരയിൽ പെട്ട ആളായിരിക്കണം. അങ്ങനെ. അപ്പോൾ ഈ നമ്മൾ മറ്റ് ഗണപതി ക്ഷേത്രങ്ങളിൽ പോകുന്ന പോലെ ഇത് നമ്മളെ കേൾക്കുന്ന ഭക്തർക്ക് ഇവിടെ വരുന്നതിന് വല്ല ചിട്ടവട്ടങ്ങളോ സമയമോ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇവിടെ തൊഴാൻ വരാനൊക്കെ ഉള്ളൊരു സമയം എന്ന് വെച്ചാൽ സാധാരണഗതിക്ക് ഒരു 11 മണി വരെയുള്ള സമയത്താണ് നിത്യേന. രാവിലെ ഒരു 9 ഒക്കെ ആ സമയത്തൊക്കെ വരാറുണ്ട്. 7 മണിക്കൊക്കെ വരാറുണ്ട്. കൂടുതൽ ആൾക്കാർ ഒരു 9 മണി കഴിഞ്ഞിട്ടുള്ള സമയത്താണ് വരിക. അത് കഴിഞ്ഞാൽ ഒരു 11 മണിയൊക്കെ ആകും ഗണപതി ഹോമമൊക്കെ തീരുമ്പോൾ.
പൂജയുടെ അവസാന ഗണപതി അകത്തെ പൂജയും മറ്റൊക്കെ കഴിഞ്ഞിട്ട് ഗണപതിയുടെ പൂജയും മറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഗണപതി ഹോമത്തോടെ തീരും. ആ അങ്ങനെയാണ് സാധാരണ പതിവ്. അപ്പോൾ എല്ലാവരും വരുന്നതൊക്കെ ഒരു 9-ന് ശേഷമൊക്കെ ആവും. ഒരു 11 മണിയോട് കൂടിയൊക്കെ അത് തീരുക. 11 ചിലപ്പോൾ 11:30 ആവും. അങ്ങനെ ദിവസേന തന്നെ ആൾക്കാരുടെ പേരിൽ ഗണപതി ഹോമമൊക്കെ നടത്തുക, അതൊക്കെ പതിവുണ്ട്. ചതുർത്ഥിക്ക് ഇത്തവണ ഒരു വിശേഷമുള്ളത്, ചതുർത്ഥി സെപ്റ്റംബർ 14-നും ഉണ്ട് 15-നും ഉണ്ട്. 15-ന് രാവിലെ ഉദയത്തിന് ശേഷം 7:20 വരെ ചതുർത്ഥി ഉണ്ട് എന്നുള്ളത് കൊണ്ട് മറ്റ് സമ്പ്രദായങ്ങളിൽ, അതായത് കേരളത്തിലെ തന്നെ ഒരു സമ്പ്രദായ പ്രകാരം ഉദയത്താണല്ലോ ഈ ഗണപതി ഹോമം ചെയ്യേണ്ടത് സാധാരണഗതിക്ക്. അതുകൊണ്ട് കേരള സമ്പ്രദായത്തിൽ ഗണപതി ഹോമം ചെയ്യേണ്ടത് അഥവാ ചതുർത്ഥി ആചരിക്കേണ്ടത് 15-ാം തീയതിയാണ് എന്ന ഒരു പക്ഷമുണ്ട്. അങ്ങനെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ജ്യോത്സ്യന്മാരെല്ലാവരും ചെന്നൊരു പരസ്യ പ്രസ്താവനയൊക്കെ കൊടുത്തിരുന്നു. അത് ശരിയാണത്. എന്താണെന്ന് വെച്ചാൽ ഗണപതി ഹോമം വെളുപ്പാൻ കാലത്തായതുകൊണ്ട് ഈ രാവിലെ ഒരല്പസമയം, അതായത് ഒരു യാമം അല്ലെന്നുണ്ടെങ്കിൽ 6 നാഴിക, അതിൻ്റെ പകുതി അർദ്ധയാമം അല്ലെന്നുണ്ടെങ്കിൽ 3 നാഴിക, അല്ലെങ്കിൽ പാദോനം ഘടിക, അതായത് 3-1 എങ്കിലും 3-1 നാഴിക എങ്കിലും ചതുർത്ഥി ഉണ്ടെങ്കിൽ അന്നേ ദിവസം രാവിലെ തന്നെയാണ് ചതുർത്ഥി ആചരിക്കേണ്ടത് എന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ളവർക്ക്, അതായത് ഒരു ചുരുക്കത്തിലൊരു ഗണപതി ഹോമം മാത്രം കഴിക്കുന്നവർക്ക് അത് സാധിക്കുള്ളൂ. നമുക്കിവിടെ അനവധി ക്രിയകളാണ്. ഗണപതി ഹോമം മാത്രമല്ല, സഹസ്രാഷ്ടാധികമാണ്, അതായത് 1008 നാളികേരത്തിൻ്റെ ഗണപതി ഹോമമാണ്. അതുകൂടാതെ വേറെ അതിനകത്ത് തന്നെ പല പ്രയോഗങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതുകൂടാതെ കലശപൂജയും ഗണപതിക്ക് കലശാഭിഷേകം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് എങ്ങനെ പോയാലും ഉച്ചവരെ ആവും. പിന്നെ മധ്യാഹ്ന സ്പർശം ഉണ്ടാകണം എന്നാണ് ഒരു നിയമം. സാമാന്യ നിയമമാണ് 15-ാം തീയതി രാവിലെ ആണ് ആചരിക്കേണ്ടത്. പക്ഷേ നമുക്കിവിടെ അങ്ങനെയല്ല, 14-ാം തീയതിയാണ് ആചരിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഈ ക്രിയകൾ മുന്നോട്ട് ഒരുപാട് ഉണ്ട് എന്നുള്ളത് കൊണ്ട്, പകൽ സമയം മുഴുവൻ ചതുർത്ഥി ഉണ്ട് എന്നുള്ളത് കൊണ്ട് 14-ാം തീയതിയാണ്. പക്ഷേ ഇത്തവണ ഒരു വിശേഷമുള്ളത് 15-ാം തീയതി രാവിലെയും കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് 14-ാം തീയതി രാവിലെ തുടങ്ങുന്ന ഗണപതി ഹോമം അത് അവസാനിപ്പിക്കാതെ അഹോരാത്രമായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അഹോരാത്രം വെച്ചാൽ രാത്രിയും പകലും എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അത് 24 മണിക്കൂർ തുടർച്ചയായിട്ട് ഗണപതി ഹോമമാണ്. അത് വളരെ വിശേഷമാണ്. അഹോരാത്രം നടത്തുന്നതാണ് അല്ലേ? പൂർവ്വം എന്നല്ല ഇത് നടന്നുള്ളതായിട്ട് കേട്ടിട്ടില്ല. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും അഹോരാത്ര ഗണപതി ഹോമം ഈ വർഷം. അതെ, 13-ാം തീയതി 14 രാവിലെ മുതൽക്ക് 15 രാവിലെ വരെ. അവിടെ രാത്രിയിലും ഒന്നും ഇടയ്ക്ക് നിർത്തുന്നില്ല. നിരന്തരമായിട്ട് ഹോമം നടക്കുകയാണ് 24 മണിക്കൂർ. പിറ്റേ ദിവസം രാവിലെ 7:20 വരെയുള്ള സമയത്ത് നിരന്തരമായിട്ടുള്ള ഗണപതി ഹോമം നടക്കും. അപ്പോൾ അതിനനുസരിച്ച് ദ്രവ്യങ്ങളുടെ ഹോമവും അതുപോലെ തന്നെ മന്ത്രജപവും ഒക്കെ നടക്കുമല്ലോ. അതേപോലെ തന്നെ ഉപാസകന്മാരായിട്ടുള്ളവർക്കൊക്കെ, അത് ഏത് രീതിയിലുള്ള ആൾക്കാരായിക്കോട്ടെ, അവർക്കൊക്കെ വന്ന് ജപിക്കാനൊക്കെയുള്ള സൗകര്യം ഏത് സമയത്തും വന്ന് ജപിക്കാം. രാത്രിയിലോ 12 മണിക്കോ 1 മണിക്കോ ഒക്കെ വന്നാലും അപ്പോഴും നിരന്തരമായിട്ട് ഈ ഹോമം നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ സമയത്തൊക്കെ വേണമെങ്കിൽ വന്ന്, അല്ലെങ്കിൽ അഹോരാത്രം ജപിക്കുന്നവർക്ക് അങ്ങനെ ജപിക്കാം. വൈകുന്നേരം വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വരെ വേണ്ടവർക്ക് ഈ സ്ഥാനത്തിരുന്ന് മന്ത്രം ജപിക്കാനും ഒക്കെ വളരെ എല്ലാം ഉള്ള സൗകര്യമൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അത്ര അനവധി മന്ത്രസംഖ്യ ജപിച്ച് തീരും. അത്രയും കൊണ്ട് അത്രയും അനവധി മന്ത്രസ്പന്ദങ്ങളുടെ ആവർത്തനം കൊണ്ട് അതിൻ്റെ ശക്തി വർദ്ധിക്കുകയാണോ ചെയ്യുന്നത്. ഇതൊക്കെയാണ് എൻ്റെ ഒരു ഉദ്ദേശം, അഹോരാത്രം നടത്തുന്നതിൻ്റെ ഒരു ഉദ്ദേശം. എനിക്ക് തോന്നുന്നു ഇത് കേട്ടിട്ട് ഈ ഗണേശ പ്രീതിക്ക് വേണ്ടി കാക്ഷിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് ഒരുപക്ഷെ ഇതുവരെ നടന്നിട്ടില്ലാത്ത ഒരു അസുലഭ സന്ദർഭമാണ് ഈ അഹോരാത്ര ഗണപതി ഹോമം. തീർച്ചയായിട്ടും സെപ്റ്റംബർ 14, 15 തീയതികളിലാണ് പ്രിയപ്പെട്ടവരെ കോട്ടയം ജില്ലയിൽ കുമാരനെല്ലൂരിനടുത്ത് അല്ലേ, നട്ടാശ്ശേരിയിലാണ് നമ്മുടെ സൂര്യകാലടി മനയെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. കേരളത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മഹത്തായ പാരമ്പര്യത്തിൻ്റെ സങ്കേതമാണ് സൂര്യകാലടി ഗണപതിയും അതുപോലെ വളരെ പ്രസിദ്ധമാണ്. നിങ്ങൾ ഐതിഹ്യമാലയിലൊക്കെ കേട്ടിട്ടുണ്ട്. അവിടെ നടക്കുന്ന അതിവിശിഷ്ടമായ അഹോരാത്ര ഗണപതി ഹോമം സെപ്റ്റംബർ 14, 15 തീയതികൾ നടക്കുകയാണ്. അത് ഉറപ്പായും നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുന്നവരൊക്കെ പങ്കെടുക്കേണ്ടതാണ്. എല്ലാവർക്കും വരാമല്ലോ അല്ലേ? എല്ലാവർക്കും വരാം. ഇവിടെ ഇരിക്കാം, ജപിക്കാം, അവനവൻ്റെ സാധന ചെയ്യാം. പ്രത്യേകിച്ച് ഇതൊരു സാധനാ കേന്ദ്രമായതുകൊണ്ട് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് എത്രയോ വലിയ ഗുരുക്കന്മാർ, ഉപാസകന്മാരായിട്ടുള്ള മഹാഗുരുക്കന്മാരിരുന്ന് ജപിച്ചൊരു സ്ഥലമല്ലേ. അങ്ങനെ ഒരു സ്ഥാനത്തിരുന്ന് മന്ത്രജപം നടത്തുമ്പോൾ വളരെ ക്ഷിപ്രഫലമാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉള്ളവർക്കൊക്കെ സ്വാഗതമാണ്. അവരൊക്കെ ഇവിടെ ജപിക്കുന്ന അവർക്കും നല്ലതാണ്, നമുക്കും നല്ലതാണ്. ഈ ഒരു താല്പര്യത്തിലാണ്. ഏതായാലും ഇത് കേരളത്തിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത്.
കേരളത്തിൽ ഇതിനു മുമ്പ് കേട്ടിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ അസുലഭ സന്ദർഭം വിനിയോഗിക്കണം. ഏതായാലും ഇത് ഈ ഒരു ദിവസം ഞാനും വരുന്നുണ്ട്, നിങ്ങളും ഉറപ്പായി വരണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ത്യ ലൈവ് തിരുമേനിയുടെ പേരിൽ നിങ്ങളെ ക്ഷണിക്കുന്നു, തിരുമേനിയും ക്ഷണിക്കും. അതെ, എല്ലാവർക്കും വരിക. ഏതായാലും വലിയ സന്തോഷം തിരുമേനി. ഈ കാര്യം ഏതായാലും നമ്മുടെ മഹാഗണപതിയെക്കുറിച്ച് പറഞ്ഞതിന്, ഈ വിശിഷ്ടമായ ഹോമത്തെക്കുറിച്ച് പറഞ്ഞതിന്, പിന്നെ കഴിഞ്ഞ കുറച്ച് തിരുമേനി പറഞ്ഞ ഒരുപാട് എപ്പിസോഡുകൾ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലായിട്ട് നമ്മുടെ ഇന്ത്യ ലൈവിലും പുണ്യം ബൈ ഇന്ത്യ ലൈവിലും ഒക്കെ ആയിട്ട് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ട് കാണണം. നിങ്ങൾക്ക് ഇതുവരെ കേട്ടറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങളും വിജ്ഞാനത്തിൻ്റെ ഒരു വലിയ സാഗരം തന്നെ തിരുമേനി തുറന്നു വെക്കുന്നുണ്ട്. ഇന്ത്യ ലൈവിലും ഇന്ത്യ ലൈവ് പുണ്യത്തിലുമായിട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ ഇത് വരുന്നുണ്ട്. ഉറപ്പായും കാണണം. നമുക്ക് സെപ്റ്റംബർ 14, 15 തീയതികളിൽ സൂര്യകാലടി മനയിൽ കാണാം. നമസ്തേ. നമസ്തേ.